അപ്പോൾ 5 ആൾക്കാർ ഉള്ള ഒരു പാനലാണ് ഇതിനുണ്ടാവും. നിലവിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഓഡിയോ ലീക്കായ സംഭവം പറഞ്ഞു, നിങ്ങളുടെ പറയുന്ന ഒരു സംഭവമാണ് അത്. CCTV ദൃശ്യങ്ങളാണ് ആ ചാനൽ തന്നെ പറഞ്ഞത്. അത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ഒരു സാധനമാണ്. വാർത്തകൾ ചോരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ ചോരുന്ന പോലെയല്ല. അത് ചോർത്തിയത് കുക്കു പെർമിഷനാണെന്ന് തന്നെ നിങ്ങൾ മുമ്പാകെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഗുരുതരമായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. മറ്റു വാർത്തകൾ ചോരുന്ന പോലെയല്ല. CCTV അമ്മയ്ക്കുള്ളിൽ CCTV അല്ല, ഒരു ഓഡിയോ. CCTV എന്നാണ് പറയപ്പെടുന്നത്. ഓഡിയോ അതും ചോർത്തിയത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് ചോർത്തിയത്. മറ്റുള്ള ഒരു സാധാരണ മെമ്പർ അല്ല ചോർത്തിയത്. അപ്പോൾ അതിനും വെറുതെ ഒരു ഷോക്കേസ് നോട്ടീസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയെല്ലാം തീരുമാനങ്ങൾ നമ്മുടെ ECൻ്റെ ഉള്ളിലാണ്ടാവുക. പിന്നെ ജനറൽ ബോഡി മുമ്പാകെ ഇത് എന്തായാലും വരുമല്ലോ. അപ്പോൾ ജനറൽ ബോഡി വരെ ആണോ ഈ ഷോക്കേസ് നോട്ടീസിൻ്റെ ഒരു കാലാവധി? അല്ലല്ല, ഷോക്കേസ് നോട്ടീസ് നമ്മൾ അടുത്ത 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അയക്കും. വിതിൻ 3 to 5 വർക്കിംഗ് ഡേയ്സ് അവർ അതിൻ്റെ ഉത്തരം എല്ലാവരും തരണം. ഇതിൻ്റെ മറുപടി തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ജനറൽ ബോഡി വരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതേ ഊർജ്ജത്തിലാണ് നമ്മൾ ജനറൽ ബോഡീൻ്റെ തീരുമാനങ്ങളും നമ്മളുടെ ആ ഒരു പ്ലാനിങ് എല്ലാം നടക്കുന്നത്. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ എന്താ പറയുക, തരണങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ അതേ രീതിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾ ആരും എന്താ പറയുക, പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിങ്ക് മന്തിൽ നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ക്യാൻസർ കെയർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഐ കെയർ കൊടുത്തിട്ടുണ്ട്, കിഡ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചില ചാരിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർ സംസാരിക്കാതെ വൺ സൈഡഡ് സ്റ്റോറി പ്ലീസ് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ചെറിയൊരു ഫാമിലിയാണ്, 502 ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷനാണ്. ഒരുപാട് മെമ്പേഴ്സ് ഇതിൻ്റെ എന്താ പറയുക, നല്ല അഡ്വാൻറ്റേജസും അവരുടെ ഹെൽപ്പ് കിട്ടുന്ന ഒരു ഇതാണ്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡൈല്യൂട്ട് എന്ന് മാത്രമേ എനിക്ക് മീഡിയേൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഓഫ് കോഴ്സ് ഈ മാലാപാർവതിക്കാണല്ലോ ഒരു മെമ്പറിനാണ് ചോർത്തി കൊടുത്തത്. സാധാരണ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാറുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ ആരും മാധ്യമങ്ങൾക്ക് ചോദിച്ചു. പക്ഷെ ഒരു മെമ്പറിന് ഒരു ജനറൽ സെക്രട്ടറി ഇത്രയും കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക, അത് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയല്ലേ നിങ്ങൾ അത് ഇനി അമ്മ യോഗത്തിന് ശേഷം ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണുകയാണ്, പ്രതികരണങ്ങൾ നടത്തുന്നു വിവാദങ്ങളിലൊക്കെയും.